ജയിച്ചു വന്നവരോട്. അവസരങ്ങൾ കിട്ടുമ്പോൾ അതിന് ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ അവർക്ക് കഴിയണം. അധികാരമില്ലെങ്കിൽ നിൽക്കാനാവില്ല എന്ന് അങ്ങനെ ഒരു രീതിയല്ല മുസ്ലിം ലീഗ് പാർട്ടിയുടേത്. ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന് മത്സരിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് ബാഫഖ് തങ്ങളും സീതി സാഹിബും ഒക്കെ പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, അസന്നിഗ്ധമായി പറഞ്ഞു, സാധ്യമല്ല, എനിക്കങ്ങനെ മത്സരിക്കാൻ പറ്റില്ല, എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, മത്സരിക്കലും ജയിക്കലും അല്ല ഉത്തരവാദിത്തം എന്ന് നമ്മളെ പഠിപ്പിച്ചത് ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ്. എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. പുറത്തു നിൽക്കുന്നവരാണ് ഒരുപാട് ഉത്തരവാദിത്തമുള്ളവര്. സീതി സാഹിബ് പറഞ്ഞു, അതൊന്നും പറ്റില്ല, നിങ്ങൾ വരണം, മഞ്ചേരിയിൽ മത്സരിക്കണം. ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചാൽ വോട്ട് ചോദിക്കാൻ വരണ്ടേ? അതിനെനിക്ക് സമയമുണ്ടാവില്ല. ഇന്ത്യയുടെ തെരുവുകൾ തോറും നടന്ന് ഒരു മൈനോറിറ്റിയുടെ അവകാശങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ആ വലിയ മനുഷ്യന് സമയമുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പറ്റില്ല. എന്നാ വരണ്ട, മലബാറിന്റെ ഗ്രാമങ്ങളിലേക്ക് ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു പോയത് ബാഫഖ് തങ്ങളും സീതി സാഹിബും ലീഗിന്റെ നേതൃത്വമാണ്. ആ ജനങ്ങൾക്ക് അറിയാമായിരുന്നു മുഹമ്മദ് ഇസ്മായിൽ ആരാണെന്ന്. വോട്ട് ചോദിക്കാൻ വരണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് പറഞ്ഞു വിടുന്നത്. അദ്ദേഹം നിർവഹിച്ച ഉത്തരവാദിത്തങ്ങൾ ഇന്ന് പാർലമെന്റിന്റെ രേഖയാണ്. ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. GM ബനാത്ത് ബാല സാഹിബ്, ഈ കോവിഡ് വരുന്നതിന്റെ മുമ്പ് നമ്മളെല്ലാവരും CAA പ്രക്ഷോഭത്തിന്റെ മുമ്പിലായിരുന്നു. വലിയ പ്രക്ഷോഭമാണ് നമ്മൾ നടത്തിയത് രാജ്യം. പക്ഷെ നിങ്ങൾക്കറിയുമോ, 1980-കളിൽ 2020 അടുക്കുമ്പോഴാണ് 19-ലാണ് CAA കുറിച്ച് നമ്മൾ അറിയുന്നതെങ്കിൽ 1980-കളില് ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് വരാനിരിക്കുന്ന ഈ മഹാദുരന്തത്തെ കുറിച്ച് പ്രസംഗിച്ച ഒരു വലിയ നേതാവുണ്ടായിരുന്നു. നമ്മൾ തെരഞ്ഞെടുത്ത ബനാത്ത് ബാല സാഹിബായിരുന്നു അത്. അന്വേഷണ കുതുകികളായ വിദ്യാർത്ഥികൾ പാർലമെന്റിന്റെ ലൈബ്രറികളിൽ നിന്ന് എടുത്തു പഠിക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞ വാചകങ്ങളെയാണ്. ഏക സിവിൽ കോഡ് വരുമ്പോൾ ഒരു ജനതയെ, ഒരു സമൂഹത്തെ നിങ്ങൾ വേർതിരിച്ചു നിർത്തുകയാണ്, അവന്റെ അവകാശങ്ങളിൽ നിങ്ങൾ കൈവെക്കുകയാണെന്ന് അന്ന് പറഞ്ഞിരുന്നു GM ബനാത്ത് ബാല സാഹിബ്. ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ അങ്ങനെയാണ്. അതാണ് ഒരു തെരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഏറ്റവും വലിയ ബാധ്യതയെന്നും ഉത്തരവാദിത്തവുമെന്നും നമ്മൾ മനസ്സിലാക്കണം. ജയിക്കാൻ വേണ്ടി മാത്രമല്ല മത്സരിക്കുന്നത്. ജയിച്ചേ അടങ്ങൂ എന്ന് കരുതി മത്സരിക്കാനും പാടില്ല. മത്സരിക്കുന്നത് നിങ്ങളുടെ ആശയങ്ങൾ, നമ്മുടെ നിലപാടുകൾ ജനങ്ങളോട് പറയാനാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പില് ഇതാ പഞ്ചായത്തിൽ ഞങ്ങൾ കുറച്ച് ജയിച്ചിരിക്കണു, അതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്ന ആളുകളോട് ഞാൻ പറയണത്, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കും ആര് ഭരിക്കണമെന്നൊക്കെ. അതിന്റെ രാഷ്ട്രീയമൊക്കെ വേറെയുണ്ട്. പക്ഷേ ജയിക്കുമോ ഇല്ലയോ എന്നതല്ല ഒരാൾ മത്സരിക്കുമ്പോൾ. ഈ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നടന്നുപോയില്ലേ നമ്മുടെ സ്ഥാനാർത്ഥി? അങ്ങനെ പോകുമ്പോ അയാളൊരു സ്ഥാനാർത്ഥിയല്ല, ഒരു മുന്നണിയുടെ പ്രതിനിധിയാണ്, ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഇത് അയാളെയാണ് ഞങ്ങളുടെ, അത് പാർട്ടിയുടെ മുഖമാണ്. അയാളുടെ നിലപാട്, അയാളുടെ ബിഹേവിയർ, അയാളുടെ സംസാരം, അയാൾ ജനങ്ങളുമായുള്ള വാഗ്ദാനങ്ങൾ, പാർട്ടിയുടെ പ്രതിരൂപങ്ങളാണ് ജനങ്ങൾക്ക് മുമ്പിൽ പോകുന്നത്. ഞങ്ങൾ ഇവിടെയുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഇതാണ് എന്ന് പറയാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പ്. ജയിപ്പിക്കണമോ വേണ്ടയോ എന്ന് നാട്ടുകാർ തീരുമാനിക്കും. പക്ഷേ പറയാനുള്ളത് പറയാൻ ഞങ്ങൾക്കുണ്ട് എന്ന് നമുക്ക് ലഭിക്കുന്ന അവസരത്തെയാണ് മത്സരം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ്, അതിന് കഴിയാന്നുള്ളതാണ്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവരോട് സ്നേഹപൂർവ്വം ഞാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ഭരണപക്ഷമുണ്ട്, അവരാണ് ഈ വേദിയിൽ സ്വീകരിക്കപ്പെടുന്നത്. പ്രതിപക്ഷവുമുണ്ട്. പക്ഷെ നിങ്ങൾ ഒരേ സമയം ഭരണപക്ഷവും പ്രതിപക്ഷവുമായിരിക്കണം. ഒരേ സമയം
ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കേണ്ടത്. ഭരിക്കുമ്പോൾ വിചാരിക്കും ഞാൻ ചെയ്യുന്നത് മാത്രം ശരിയാണ്, എന്നാൽ മാറി നിൽക്കുമ്പോൾ അറിയാം അതിൽ ശരികേടുകൾ ഉണ്ടെന്ന്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യണം. അടിസ്ഥാന വർഗങ്ങളുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കാത്ത ഒരു തീരുമാനവും നിങ്ങളുടെ പഞ്ചായത്ത് ബോർഡ് എടുക്കരുത്. ഒരു സെന്റ് സ്ഥലം ഒരുത്തന് നഷ്ടപ്പെടുന്നുവെങ്കിൽ അവന്റെ കണ്ണുനീര് ഏറ്റുവാങ്ങുന്ന ഒരു ബോർഡായി പഞ്ചായത്ത് ബോർഡ് മാറരുത്. അവനോട് നിങ്ങൾ സംസാരിക്കണം. ഭരണത്തിന്റെ ഹൂങ്ക് കൊണ്ട് ആരെയും അടിച്ചമർത്തരുത്. ഒരുത്തന്റെ സങ്കടവും ഏറ്റുവാങ്ങരുത്. ഗ്രാമങ്ങളെ കുറിച്ച് സ്വപ്നം കണ്ടവൻ ഗാന്ധിജിയാണ്. ഗ്രാമസ്വരാജ് അദ്ദേഹത്തിന്റെ സ്വപ്നമാണ്. ഗാന്ധിജി പറഞ്ഞത് അടിസ്ഥാന വർഗത്തിന്റെ വികസനമാണ് ഒരു രാജ്യത്തിന്റെ വികസനം എന്നാണ്. എത്ര വലിയ നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാലും നിങ്ങൾ ആ ഉത്തരവാദിത്തങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ നിർവഹിക്കാൻ കഴിയുന്നവരായി വരാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പില് ഞാൻ വരുമ്പോ ബഹുമാന്യനായ മംഗളത്ത് സംസാരിക്കുകയായിരുന്നു. നിർണായകമായ ഒരു ജയത്തിന് നിങ്ങൾക്ക് കഴിഞ്ഞു. ഇവിടെ SDP കൂട്ടുപിടിച്ച് മാർക്സിസ്റ്റ് പാർട്ടി ഒരു പരീക്ഷണം നടത്തി. ഞാൻ ചോദിക്കുന്നത്, അതിലെ കുറ്റക്കാർ മാർക്സിസ്റ്റുകാരാണ്. SDP ആവട്ടെ മറ്റേതൊരു രാഷ്ട്രീയം രംഗത്ത് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന സംഘടനയാവട്ടെ, അവർക്കത് നേട്ടമാണ്, അവർക്കത് ലാഭമാണ്. കാരണം അവർക്ക് അംഗീകാരം ഉണ്ടാവുക എന്നത് ഒരു പൊതു രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്ന് നിൽക്കുമ്പോഴാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പരിശ്രമം. അതിനാണ് പേരുകൾ മാറ്റി മാറ്റി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അത്തരം ആളുകളെ നിങ്ങൾ കൊണ്ടുവരുമ്പോ, അവരെ സ്വീകരിക്കുമ്പോ ആരാണ് കുറ്റക്കാരാവുന്നത് എന്ന് CPM ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ആലോചനയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ. എവിടെയാണ് നിങ്ങൾ ആലോചിക്കാറുള്ളത്? നിങ്ങൾ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഗംഭീരമായി ജയിച്ചു. നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. കേരളത്തിലെ ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പുകളെ ഇങ്ങനെ വിവേചന ബുദ്ധിയോടെ തിരഞ്ഞെടുക്കുന്ന ഒരു സമൂഹം ഇന്ത്യയിൽ ഉണ്ടാവില്ല. മലയാളിയെ പോലെ മലയാളിക്കറിയാം പാർലമെന്റിൽ ആർക്കാണ് വോട്ട് കൊടുക്കേണ്ടത്. നാദാപുരം നിയോജക മണ്ഡലത്തിൽ പാർലമെന്റിൽ എപ്പോഴും ലീഡാണ്. ഈ നിയോജക മണ്ഡലത്തിൽ പാർലമെന്റിൽ UDF മത്സരിക്കുമ്പോൾ UDFന്റെ കൂടെയാണ് നാദാപുരം മണ്ഡലം. എന്തുകൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ 19 സീറ്റ് UDFന് കിട്ടിയത്? പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെയും അസംബ്ലി തെരഞ്ഞെടുപ്പിനെയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും കൃത്യമായി വേർതിരിച്ചെടുക്കുന്ന ഒരു രീതി ജനങ്ങൾക്കുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുള്ളത്, നാദാപുരത്തെ ഏത് വാർഡിലാണ് സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തി രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ സംസാരിച്ചത്? ഭരണം പ്രതിപക്ഷം എന്ന നിലക്ക് നാദാപുരത്ത് സകല വാർഡുകളിലും ചർച്ച ചെയ്തത് ഇതാ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ നാദാപുരത്തെ എങ്ങനെ നയിച്ചു എന്ന് നോക്കിയാണ്. അവരെന്തായിരുന്നു നാദാപുരം പഞ്ചായത്തിൽ ചെയ്തത്? ഇവിടെ ഈ വാർഡിൽ നിന്ന് ജയിച്ചു വന്നാൽ എന്തു ചെയ്യും മുഹമ്മദ് അലി, എന്തു ചെയ്യും മറ്റുള്ളവർ എന്ന് തന്നെ പരിശോധിച്ചാണ്. ഗ്രാമങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു എക്സ്പീരിയൻസ് CPMനുണ്ട്. UDFനകത്ത് അത്തരത്തിൽ മത്സരിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുള്ളത് മുസ്ലിം ലീഗിനാണ്. അത് കോൺഗ്രസിന്റെ സുഹൃത്തുക്കൾ തന്നെ, വക്കീലടക്കമുള്ള ആളുകൾ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയാണ്. അമിതമായ ജനാധിപത്യ രീതികളുള്ള ഒരു ആൾക്കൂട്ട സംഘടനയാണ്. അതിന്റെ ഒരുപാട് നന്മയും കോൺഗ്രസിനുണ്ട്. അതുകൊണ്ടുണ്ടാവാവുന്ന ചില ബുദ്ധിമുട്ടുകളും കോൺഗ്രസിനുണ്ട്. ആ ബുദ്ധിമുട്ടുകളിലൊന്ന് ഇത്തരം തെരഞ്ഞെടുപ്പുകളെ കൊണ്ടുപോകുന്ന രീതിയിലാണ്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വലിയ ചർച്ചയായിരുന്നു വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യമുണ്ടാക്കുന്നു എന്ന്. UDF സംസ്ഥാന തലത്തിൽ UDF എന്നതിലേക്ക് വെൽഫെയർ പാർട്ടിയുമായി ഒരു സഖ്യവും ഉണ്ടാക്കിയിട്ടില്ലെന്ന് നാദാപുരത്തുകാർക്കറിയാം. നിങ്ങൾ എങ്ങനെയാ മത്സരിച്ചത്? എന്നാൽ ചില ഗ്രാമങ്ങളിൽ പ്രാദേശിക തലങ്ങളിൽ ചില രാഷ്ട്രീയ സഖ്യങ്ങൾ ഉണ്ടാക്കാൻ, കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ അതത് പഞ്ചായത്ത് ബോർഡുകൾ ശ്രമിക്കും എന്ന് പറഞ്ഞു. അത് ശരിയാണോ തെറ്റാണോ എന്നതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ രസകരമായ കാര്യം,
4 മാസം മുമ്പ് അങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF ഇതാ വെൽഫെയർ പാർട്ടിയുടെ കൂടെ എന്ന് വമ്പിച്ച പ്രചാരണം. രസകരമായ കാര്യം, ആ പ്രചാരണം കൈരളി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ നഗരസഭകളിലും കേരളത്തിലെ 13 ഗ്രാമപഞ്ചായത്തിലും വെൽഫെയർ പാർട്ടിയുടെ കൂടെ CPM ഭരിക്കുകയാണ്. മുക്കം തൊട്ടടുത്തായത് കൊണ്ടാണ് ഞാൻ മുക്കം പറയുന്നത്. മുക്കം മുനിസിപ്പാലിറ്റി അടക്കം ഒരുമിച്ച് ഭരിക്കുന്നു വെൽഫെയർ പാർട്ടിയുടെ കൂടെ CPM. ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ പറയുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF സഖ്യം ഉണ്ടാക്കുന്നു എന്നാണ്. ഈ പ്രചാരണത്തെ മറികടക്കാനുള്ള തന്ത്രമോ കുതന്ത്രമോ വിളവോ നിർഭാഗ്യവശാൽ UDF-കാരുടെ കയ്യിലില്ല. ഗ്രാമപഞ്ചായത്തുകളിൽ സ്വീകരിക്കാവുന്ന ഒരു പ്രത്യേക തന്ത്രവും രീതിയും CPM-ന് സ്വന്തമാണ്. ഞാൻ അതൊന്നും നിഷേധിക്കാൻ പോണില്ല. നാദാപുരം പോലെയുള്ള മിടുക്കന്മാര് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്തുകളിൽ അതിന് വിരുദ്ധമായതും സംഭവിക്കാറുണ്ട്. അങ്ങനെ ഒരു രണ്ടാമത്തെ കാര്യം എന്താണ്? ഭരണവിരുദ്ധമായ വികാരമുണ്ടോ? ഉണ്ടെങ്കിൽ അത് കേന്ദ്രീകരിക്കപ്പെടുമ്പോ ഒരു BJP-കാരന് വോട്ട് കൊടുത്താൽ പഞ്ചായത്തിൽ ജയിപ്പിക്കാമെന്നത് ഒരു ബുദ്ധിയാണ്. CPM വിരുദ്ധ വോട്ടിന് BJP-കാരന് വോട്ട് കൊടുക്കും. അസംബ്ലിയിലേക്കോ ജയിക്കില്ല, അതുകൊണ്ട് കൊടുക്കില്ല. പാർലമെന്റിലേക്കോ വെറുതെ വോട്ട് വേസ്റ്റ് ആക്കണ്ട, UDF-ന് കൊടുക്കാം. ഭരണവിരുദ്ധമായ വോട്ടുകളെ ഷെയർ ചെയ്ത് പോകാൻ BJP-യിലേക്ക് പോകുന്ന ഇടമുണ്ടായി. അമിതമായ പണത്തിന്റെ ഒഴുക്കുണ്ടാക്കി. സകലമാന ആളുകളോടും രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളം മുഴുക്കെന്ന് ഞാൻ പറയുന്നില്ല, കണ്ണൂർ ജില്ലയിൽ മാത്രം ഇരിട്ടിയിലെ 3 സീറ്റിൽ 100-ന്റെ ചുവടിൽ മാത്രം വോട്ട് വാങ്ങി CPM 3-ാം സ്ഥാനത്ത്. ഇരിട്ടിയില്. പാപ്പിനിശ്ശേരി അറിയോ നിങ്ങൾക്ക്? എന്റെ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രചാരണം നടത്താൻ ഈ നേതാക്കന്മാരൊക്കെ എന്റെ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. പാപ്പിനിശ്ശേരി CPM-ന്റെ ഗുണ്ടകളെ പാർപ്പിക്കുന്ന ഇടമാണ്, ഗുണ്ടകൾക്ക് പരിശീലനം കൊടുക്കുന്ന ഇടമാണ്. ആ പാപ്പിനിശ്ശേരി പഞ്ചായത്തിലെ 2 വാർഡിൽ 100-ന്റെ താഴെ വോട്ടാണ് CPM-ന് ജയിച്ചത്. SDPI ആണ്. ഇരിട്ടിയിലെ 3 വാർഡിൽ ജയിച്ചത് SDPI ആണ്. CPM-ന്റെ 3 വാർഡിലെയും വോട്ട് 100-ന്റെ ചുവടിലാണ്. മുഴുപ്പിലങ്ങാട് എന്ന് പറയുന്ന പിണറായി വിജയന്റെ മണ്ഡലത്തിലെ പഞ്ചായത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കാൻ 2 SDPI-കാരെ ജയിപ്പിച്ചത് 3-ാം സ്ഥാനത്ത് 100-ന്റെ ചുവടിലുള്ള വോട്ടിൽ പോയിരുന്ന CPM ആണ്. മാട്ടൂൽ പഞ്ചായത്തിലെ 3 വാർഡിൽ 3-ാം സ്ഥാനത്ത് പോയത് CPM ആണ്, ജയിച്ചത് SDPI ആണ്. മുടക്കുന്ന് പഞ്ചായത്തില് 1 വാർഡിൽ ജയിച്ചത് SDPI ആകുമ്പോ 3-ാം സ്ഥാനത്ത് പോകുന്നത് CPM ആണ്. വിശദമായിട്ട് പറയണോ? ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ ഈ തന്ത്രം ഉണ്ടല്ലോ, എന്തൊരു തമാശയും വെല്ലുവിളിയുമാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി, കൊടുവള്ളിക്കാരനായ ഒരുത്തൻ, അയാൾ മത്സരിക്കുന്നു എന്ന വാർത്ത പരന്നു. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. വലിയ വർത്തമാനമായി MLA-യുടെ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞ് അതേ കാരാട്ട് എന്ന പേരോടുകൂടെ മത്സരിക്കുന്ന ഒരാൾ. ഉടൻ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഇടപെട്ടു. മോഹനൻ മാഷ് പറഞ്ഞു അസംബന്ധമാണ്, അങ്ങനെ ഒരാൾ മത്സരിക്കുന്നില്ല. CPM-ന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി അവിടെയുണ്ട്, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ. നിങ്ങൾ അന്വേഷിച്ചോ? ആ സ്ഥാനാർത്ഥി പോലും അയാൾക്ക് വോട്ട് ചെയ്തില്ല. എന്തൊരു കടുപ്പാണോ ഇത്! ആ സ്ഥാനാർത്ഥി പോലും അയാൾക്ക് വോട്ട് ചെയ്തില്ല. എന്നിട്ട് ഈ സ്വർണ്ണക്കടത്തുകാരൻ എന്ന് നിങ്ങളുടെ പോലീസ് തന്നെ പറയുന്ന ആളെ നിങ്ങൾ ജയിപ്പിച്ച് LDF-ന് പിന്തുണ കൊടുപ്പിച്ചു. നിങ്ങൾക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കരവിരുതാണിത്. നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കള്ളത്തരമാണിത്. ആ കള്ളത്തരത്തെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിനിയോഗിച്ചത്. ഞാൻ ചോദിക്കട്ടെ, എന്തെല്ലാം വൃത്തികേടുകൾ! വോട്ടും തെരഞ്ഞെടുപ്പും ഒക്കെ കഴിയില്ലേ സഖാവ് പിണറായി വിജയൻ? നാളെയും മറ്റന്നാളൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വയസ്സായി? നിങ്ങളുടെ മക്കൾ ഇവിടെ ഇല്ലേ? ഈ നാട് വേണ്ടേ നമുക്ക്? മനുഷ്യനെ പരസ്പരം തല്ലിച്ച് കൊല്ലിച്ച് മതവിഭാഗങ്ങളെ പിണക്കി നിർത്തിയിട്ട് എന്തു ലാഭം നിങ്ങൾക്ക്? 4 വോട്ടിന് വേണ്ടി എന്തെല്ലാം വൃത്തികേടാ നിങ്ങൾ ചെയ്തത് ഈ തെരഞ്ഞെടുപ്പില്? ഒരു ചെറിയ സംശയത്തിന്റെയോ ഒരു
ഒരു ചെറിയ പ്രതിസന്ധിയുടെയോ അല്ലെങ്കിൽ ഒരു ധാരണ പിശകുകളുടെയോ ചെറിയ ഒരു സ്പേസ് ഉണ്ടായിരിക്കുന്നു ചില സമുദായങ്ങൾ തമ്മിൽ. മുട്ടനാടുകളുടെ മുമ്പിൽ ചോരക്ക് കാത്തിരിക്കുന്ന കുറുക്കനെ പോലെയല്ലേ പിണറായി വിജയൻ ആ വിഷയത്തെ കൈകാര്യം ചെയ്തത്? ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തെ നിങ്ങൾ എന്തിന്റെ പേരിലാണ് ഇവിടുത്തെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തി 4 വോട്ട് വാങ്ങാൻ നിങ്ങൾ ശ്രമിച്ചത്? എന്ത് തോന്നിവാസമാണതെന്ന് നിങ്ങളോട് ചരിത്രം പറയും. ഇവിടുത്തെ മൈനോറിറ്റി, ഇതൊരു മൈനോറിറ്റി മെജോറിറ്റി ആയ സ്റ്റേറ്റ് ആണിത്. ഇവിടുത്തെ മുസ്ലിങ്ങൾ, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ആരുടെയും വലയിൽ ചെന്ന് പെട്ടുകൊടുക്കാതെ ജാഗ്രതയോടെ രാഷ്ട്രീയത്തെ ഒരു കരവിരുതായി സ്വീകരിച്ചുകൊണ്ട് മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാതെ തങ്ങളുടെ നേട്ടങ്ങൾ നേടിയെടുത്ത് മറ്റുള്ളവരുടെ അവകാശത്തിൽ കൈവെക്കാതെ ഈ മലയാളത്തിൽ മുന്നോട്ട് പോയവരാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മുസ്ലിങ്ങളും ഇവിടുത്തെ ഈഴവന്മാരും ഇവിടുത്തെ മറ്റു സമുദായങ്ങളും നായന്മാരും എല്ലാവരും. നിങ്ങൾ അവരെന്താ ചെയ്തത്? അവരെ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത ഒരു കാര്യം പറ. മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ആ കാഴ്ചപ്പാടുകളെ ബഹുമാനിച്ചവരാണ്. ഞങ്ങൾ അവരെ പരസ്യമായി ആദരിക്കുന്നവരാണ്. നിങ്ങളോ അവരെ നികൃഷ്ട ജീവികളെന്നും വൃത്തികെട്ടവരെന്നും തിരുകേശത്തെ പോലും നിങ്ങൾ മനുഷ്യന്റെ ബോഡി വേസ്റ്റ് എന്നും വിളിച്ചാക്ഷേപിക്കുന്നവരാണ്. എന്നാലോ അവന്റെ സകല വികാരങ്ങളെയും കച്ചവടം ചെയ്യുന്നവരുമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ അടിയിൽ പെട്ടുപോയ ഏതെങ്കിലും ഒരു സമുദായത്തിന് പരിരക്ഷ കൊടുത്തിട്ടുണ്ടോ? നിങ്ങള് മുസ്ലിം സമുദായം നിങ്ങളെ മുമ്പിൽ വന്ന് പെട്ടിട്ടൊന്നുമില്ല. അതിലെ ചില ആളുകൾ പെട്ടിട്ടുണ്ട്, അവരെ വെച്ച് നിങ്ങൾ കളിച്ചിട്ടുണ്ട്. എന്ന് പെട്ടുപോയ കുറെ സമുദായങ്ങളില്ലേ? ഞാൻ ഈ നാദാപുരത്ത് പലപ്പോഴും പറയാറുണ്ട്, നാദാപുരത്തെ ഒരു ജനവിഭാഗം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവരുണ്ടാക്കിയെടുത്ത ഒരു ഇത്തിരി സമ്പന്നതയുണ്ട് ഈ നാട്ടില്. എന്നാ ഞാൻ മത്സരിച്ചിരുന്ന കൊല്ലത്തെ ഇരവിപുരത്ത്, കൊല്ലം ടൗണില് ഒന്ന് വന്നു നോക്ക്. കൊട്ടാര സദൃശമായ വീടുകളുണ്ട് അവിടെ ഈഴവ സമുദായത്തിലെ സഹോദരന്മാർക്ക്. അവർ അത്യധ്വാനം ചെയ്ത് വളർന്നു വന്നവരാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇല്ലാത്ത ഒരു ഈഴവ സമുദായ അംഗത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാനാവില്ല തൃശ്ശൂർ ജില്ല വിട്ടു കഴിഞ്ഞാൽ. ആ ഈഴവ സമുദായം ശക്തി പ്രാപിച്ചത് SNDPയുടെ കരുത്തിന്റെ ബലമായിട്ടാണ്. അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയുധങ്ങളായി മാറിയില്ല. അവർ ആര് ഭരിക്കാൻ വന്നാലും തങ്ങളുടെ സംഘശക്തി കൊണ്ട് ആവശ്യമുള്ളത് ചോദിച്ചു വാങ്ങാറുണ്ട്. എന്നാൽ ഈ മലബാറിലെ ഈഴവ സമുദായത്തെ ഒന്ന് പരിശോധിക്കുക നിങ്ങൾ. എന്താ അവരുടെ സ്ഥിതി? ഈ നാദാപുരം മണ്ഡലത്തില്, കുറ്റ്യാടിയില്, വടകരയില് ഈഴവ സമുദായത്തിന് എത്ര SNDPയുടെ ഓഫീസ് ഉണ്ട് ഇവിടെ? എത്ര SNDPയുടെ സ്കൂൾ ഉണ്ട് ഇവിടെ? എത്ര SNDPയുടെ കേന്ദ്രങ്ങളുണ്ട് ഇവിടെ? ഇല്ല. അവരെ ഇങ്ങോട്ട് കടത്തിവിടില്ല. അവരെ മുഴുവൻ പാർട്ടി തന്റെ ചുവന്ന കൊടിയുടെ കീഴിൽ നിർത്തിയിരിക്കുന്നു. എന്നിട്ടോ കൊല്ലാൻ പോവാൻ, വെട്ടാൻ പോവാൻ, കൊള്ളയടിക്കാൻ പോവാൻ, മറ്റുള്ളവരെ ആക്രമിക്കാൻ. ഈ നാദാപുരത്ത് ഒരു 10-20 കൊല്ലം കൊണ്ട് അത്യധ്വാനം ചെയ്ത് സ്ട്രഗിളായി ചെയ്ത് ഇവിടുത്തെ ആളുകൾ നേടിയെടുത്ത ഒരുപാട് നേട്ടമുണ്ട്. നാദാപുരത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ തുടങ്ങിയ സ്കൂളുകൾ, കോളേജുകൾ, മണലാരണ്യത്തിൽ പോയിട്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരോട് അവന്റെ വിഹിതം വാങ്ങാൻ ഒരു കരുത്തുറ്റ നേതൃത്വം നാട്ടിൽ ഇങ്ങനെ ഇരിക്കും. അവര് പ്ലാൻ ചെയ്യും, എവിടെയാ സ്കൂൾ വേണ്ടത്, എവിടെയാ കോളേജ് വേണ്ടത്, പൈസ എത്രയാ വേണ്ടത്. പുറത്തേക്ക് ഇത്തിരി ഒഴുകിപ്പോകുന്നവന്റെ കയ്യിൽ നിന്ന് ആ പണം ഇങ്ങ് വാങ്ങിയെടുത്ത് നാദാപുരത്ത് കോളേജുകൾ, സ്കൂളുകൾ. ആർക്ക് വേണ്ടി? ഈ നാട്ടിനു വേണ്ടി. ഒരു മതത്തിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോട് ഞാൻ ചോദിക്കട്ടെ, 4 വോട്ടിന് വേണ്ടിയിട്ട് അപ്പപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാൻ ഒരു മടിയില്ലാത്ത രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ ആളുകളെ നിങ്ങൾ എന്തിനാ ഉപയോഗിച്ചത്? ഈ സമുദായത്തെ നിന്റെ കൂലിത്തല്ലുകാരല്ലാതെ, നിന്റെ കൂലിപ്പട്ടാളമല്ലാതെ അവർക്കൊരു സ്കൂൾ തുടങ്ങി കൊടുത്തോ? നിങ്ങൾ അവർക്കൊരു പുരോഗമനത്തിന്റെ ഒരു വാതായനം നിങ്ങൾ തുറന്നു വെച്ചു കൊടുത്തോ? ചെയ്തില്ല. 4 വോട്ടുകൾക്ക് വേണ്ടി സമുദായ സംഘടനകളെ തമ്മിൽ തല്ലിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ ഈ വിഡ്ഢിത്വത്തിൽ വീടാൻ മാത്രം ലോകത്തെ അറിയാത്തവരൊന്നുമല്ല ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എന്ന് CPM മനസ്സിലാക്കുന്നത് നല്ലതാണ്. കുറച്ചുപേരെ അവർക്ക് വിവരം ഉണ്ടായാൽ നിങ്ങൾക്ക് കിട്ടൂലല്ലോ അല്ലേ നിങ്ങളെ ഈ കൂട്ടത്തല്ലിന്, നിങ്ങളെ ആളുകളെ തല്ലിക്കാൻ അതിന് കിട്ടൂല. അതുകൊണ്ട് അവരെ
നിങ്ങൾ വേറെ വിധത്തിൽ ഉപയോഗിക്കുകയാണ്. ഇത് അസംബന്ധമാണ്. ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തെ അവർക്കറിയാം. മുസ്ലിം ലീഗിന്, ഈ സമുദായ സംഘടനകൾക്ക് ഏറ്റവും വലിയ ഉപദേശം കൊടുത്ത ഒരു മഹാനായ മനുഷ്യനുണ്ട്, CH മുഹമ്മദ് കോയ സാഹിബ്. അദ്ദേഹം പറഞ്ഞത് ഒരു വാചകമാണ്: തലമുടിനാരിഴയാണ് നിന്റെ അവകാശത്തിന്റെ പരിധി നിർണയിക്കുന്നത്. തലമുടിനാരിയുടെ അവകാശം വിട്ടുകൊടുക്കാതെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോഴും പറയുന്നുണ്ട്, അവിടെയാണ് നിന്റെ അതിര്. അതിനപ്പുറം നീ കൈവച്ചാൽ അത് അന്യായമാണ്. ഞങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതിയിട്ടുണ്ട്, നിലനിൽക്കാൻ നന്നായി പൊരുതിയിട്ടുണ്ട്. 921 ശൂന്യതയിൽ നിന്നാണ് ഞങ്ങൾ നടന്നു വന്നത്. ചരിത്രം 921 100ാം വാർഷികത്തിലേക്ക് പോവുകയാണ് അടുത്ത വർഷം. MSF-കാരോട്, യൂത്ത് ലീഗുകാരോട് ഞാൻ പറയുന്നു, ഈ കാരണവന്മാരോടൊക്കെ നിങ്ങളൊന്ന് ചോദിച്ചു പഠിക്കണം. എന്തായിരുന്നു ആ കാലം എന്ന്, ഏതായിരുന്നു ആ കാലമെന്ന്. അവിടെ നിന്ന് ഇവിടേക്ക് വരാൻ, ഈ സർട്ടിഫിക്കറ്റുകൾ കയ്യിൽ വെച്ച് നടക്കുന്ന സമൂഹമാക്കി വരാൻ അധ്വാനിച്ചിട്ടുണ്ട്. ആരെയും അത് വേദനിപ്പിക്കരുത് എന്ന നിശ്ചയത്തോടെ തന്നെയാണ് ഞങ്ങൾ പൊരുതിയിട്ടുണ്ട്. ഞങ്ങൾ അവകാശങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എത്ര ഉച്ചത്തിൽ ശബ്ദിച്ചോ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അതേപോലെ അതിൻ്റെ 10 മടങ്ങിൽ മറ്റേതെങ്കിലും ഒരു സമുദായത്തിന്റെ അവകാശത്തിന്റെ മേൽ ഈ രാജ്യത്തിലെ മുസ്ലിം സമുദായം കൈവച്ചു എന്ന് നിങ്ങൾ തെളിയിച്ചാൽ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന ആദ്യത്തെ സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരിക്കും. മറ്റൊരു സമുദായത്തിന്റെ അവകാശത്തിന്റെ തലമുടി നാരണ ഈ സമുദായത്തിന് ആവശ്യമില്ലെന്നല്ല, അവരെടുക്കരുത്, അതിനവർക്ക് അവകാശമില്ല. കണക്കുകൾ കൊണ്ട് നിങ്ങൾ പറ. സഖാവ് പിണറായി വിജയൻ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ഈ രാജ്യത്തെ വിഴുങ്ങാൻ വന്നവരാണ്. എവിടെയാണ് മിസ്റ്റർ വിജയൻ വിഴുങ്ങിയത്? എവിടെയാണ്? എന്ത് അവകാശമാണ് അനാവശ്യമായി ഈ മുസ്ലിങ്ങൾ കയ്യിൽ വെച്ചത്? ജനസംഖ്യാനുപാതികമായുള്ള എന്തെങ്കിലും ഒന്നിനു വേണ്ടി ഞങ്ങൾ ബാധിച്ചിട്ടുണ്ടോ? സമുദായങ്ങളെ തമ്മിൽ തല്ലിക്കാനാണോ ഒരു മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്? ഇതാണോ മര്യാദ? ഇതാണോ മാന്യത? ഇതാണോ രാഷ്ട്രീയ ബോധം? നിങ്ങൾ പറയുക, എന്തവകാശമാണ് അധികമായി ഞങ്ങൾ കൈവച്ചത്? എന്താ ഞങ്ങളുടെ കയ്യിൽ കൂടുതലുള്ളത്? പരസ്പരം ആളുകളെ തല്ലിക്കാൻ അതിന്റെ ഡിബേറ്റുകൾ തുടങ്ങട്ടെ. ഇത് പറഞ്ഞപ്പോ, പിണറായി വിജയന്റെ വാക്ക് വന്നപ്പോ സുപ്രഭാതം പത്രത്തിൽ ഒരു എഡിറ്റോറിയൽ അടക്കം വന്നു. അപ്പൊ പറയാണ്, ഞങ്ങൾ ലീഗിനെ കുറിച്ച് പറഞ്ഞതിന് നിങ്ങൾ എന്തിനാ ഈ സമുദായ സംഘടനകള്, നിങ്ങൾ ലീഗിനെ കുറിച്ചാ പറഞ്ഞത്? ലീഗിനെ കുറിച്ചാ പറഞ്ഞത്? നിങ്ങൾ പറയുന്നതൊക്കെ ലീഗിനെ കുറിച്ചാ ആണോ? ആണോ പിണറായി വിജയൻ? ആണോ CPM-കാരാ? അല്ലല്ലോ. നിങ്ങള് ശരീഅത്തിനെ കുറിച്ച് പറഞ്ഞു, ഖുർആനെ അപമാനിച്ചു, തിരുകേശത്തെ കുറിച്ച് സംസാരിച്ചു. ലീഗാണോ ശരീഅത്തിന്റെ ആളുകൾ? ശരീഅത്ത് ലീഗിനെ മാത്രം ബാധിക്കുന്ന വിഷയമാണോ? ഖുർആൻ ലീഗിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണോ? ആണോ? നിങ്ങൾ ലീഗിന്റെ ഭരണഘടനയെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ ശരീഅത്തിനെ കുറിച്ചല്ലേ, സമുദായത്തെ കുറിച്ചല്ലേ പറഞ്ഞത്, അല്ലേ? ഈ തെരുവുകൾ മുഴുവൻ നിങ്ങൾ മഫ്ത കെട്ടിയ SFI കുട്ടികളെ കൊണ്ട് ഫ്ലാഷ് മോബ് കളിപ്പിച്ചില്ലേ? ലീഗിനെതിരാ? ലീഗിനെതിരാ? സമുദായത്തിനെതിരായിട്ടായിരുന്നില്ലേ അത് ചെയ്തത്? വത്തക സമരം നടത്തിയല്ലോ നിങ്ങള്. ലീഗിനെതിരാ? അല്ലല്ലോ, സമുദായത്തിനെതിരായിട്ടല്ലേ നിങ്ങൾ ചെയ്തത്. ഏതു വേഷവും നിങ്ങൾക്ക് ധരിക്കാം. ഓരോ മതവും ഓരോ വേഷഭൂഷാദികൾ സ്വീകരിക്കാറുണ്ട്. ക്രൈസ്തവ സമുദായത്തിലെ കന്യാസ്ത്രീകൾ ധരിക്കുന്ന വേഷം ഏകദേശം ഒരു പർദ്ദയോട് മഫ്തയോട് ചേരുന്ന വേഷമാണ്. അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? ഹിജാബ് ധരിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്കെതിരെ നിങ്ങൾ ഇറങ്ങി പ്രചരിപ്പിച്ചപ്പോ അത് ലീഗിനെതിരെയാണോ? ലീഗാണോ അത് പറഞ്ഞത്? അല്ലല്ലോ, സമുദായത്തിനെതിരായിരുന്നില്ലേ അത്? 7ാം നൂറ്റാണ്ടിലെ പ്രാകൃത രാഷ്ട്രീയ പാർട്ടി എന്നാണോ നിന്റെ നേതാവ് പറഞ്ഞത്? അല്ലല്ലോ, 7ാം നൂറ്റാണ്ടിലെ പ്രാകൃത മതമം എന്ന് പറഞ്ഞത് ലീഗിനെ കുറിച്ചാണോ? അല്ലല്ലോ, ഇസ്ലാമിനെ കുറിച്ചല്ലേ? ഇസ്ലാമിനെ കുറിച്ചല്ലേ? മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് പറയുമ്പോ ലീഗിന്റെ ഉള്ളടക്കം വർഗീയമാണെന്നാണോ അർത്ഥം? അല്ലല്ലോ, അല്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് ആരെ കുറിച്ചാണ്? ഏത് മതത്തെ കുറിച്ചാണ്? ഏത് സമുദായത്തെ കുറിച്ചാണ്? നിങ്ങൾ പറയൂ, അത് നിങ്ങളൊന്ന് പറയൂ. സർക്കാരിനെതിരെ ഗെയിൽ സമരം നടത്തി
സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി, സ്വാഭാവികമാണ്. നിങ്ങൾ പറഞ്ഞത് മുസ്ലിം ലീഗ് തീവ്രവാദികൾ നടത്തുന്ന സമരം എന്നാണോ? അല്ല, മുസ്ലിം തീവ്രവാദികൾ നടത്തുന്ന സമരമെന്ന്. അപ്പൊ നിങ്ങൾക്ക് സമുദായത്തെ ചേർത്ത് വെച്ച് ആക്ഷേപം നടത്തുക, എന്നിട്ട് പറയാ ഏയ് ഞങ്ങള് ലീഗിനെ കുറിച്ചാ പറഞ്ഞത്. അതെങ്ങനെയാവുക? ടി.പി. ചന്ദ്രശേഖരനെ നിങ്ങൾ കൊന്നല്ലോ, വെട്ടി നുറുക്കി തള്ളിയല്ലോ. ആ വണ്ടിയുടെ പിറകിൽ നിങ്ങൾ ലീഗ് സിന്ദാബാദ് എന്ന പോസ്റ്ററാണ് ഒട്ടിച്ചത്, പച്ചക്കൊടിയുടെ പോസ്റ്ററാണ് ഒട്ടിച്ചത്. മാഷാ അല്ലാഹ് എന്നല്ലേ? ലീഗിനെയാണോ പ്രതികർത്താൻ ശ്രമിച്ചത്? നിങ്ങൾ ലീഗിന്റെ കൊടിയിലാണോ മാഷാ അല്ലാഹ് എന്ന പേരുള്ളത്? എന്നിട്ട് പറയാ ഞങ്ങൾ ലീഗിനാണല്ലോ പറഞ്ഞത്. ഇതെന്ത് ഏർപ്പാടാണ്? ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഫസലിനെ കൊന്നില്ലേ? ഫസലിനെ കൊന്നിട്ട് ഫസലിന്റെ ചോര മുക്കിയ ടവല് കൊണ്ടുപോയിട്ടത് ലീഗ് ഓഫീസിലാണോ? അല്ലല്ലോ, പള്ളിയുടെ മുറ്റത്തല്ലേ? ലീഗ് ഓഫീസിലാ കൊണ്ടുപോയിട്ടത്, പള്ളിയുടെ മുറ്റത്ത്. എന്നിട്ട് നിങ്ങൾ പറയുന്നു ഞങ്ങൾ ലീഗിനല്ലേ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ ഈ സമുദായം ചൂടാവുന്നത് എന്നാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത്? എന്നിട്ട് പറയാണ് ഞങ്ങൾ ജയിച്ചു. നിങ്ങൾ ജയിച്ചത് ഈ കുമ്മങ്കോടിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളൊന്ന് പറയും, എങ്ങനെയാ ജയിച്ചത്? ജയിക്കാനെടുത്ത പണി എന്താണ്? എന്ത് വൃത്തികേടും കാണിക്കാനും മടിയില്ലാത്ത നിങ്ങൾ സമുദായങ്ങളെയൊക്കെ തമ്മിൽ തല്ലിച്ചിട്ട് 4 സീറ്റിൽ ജയിച്ചു വരുമ്പോ എന്താ നിങ്ങൾ പറയണമെന്ന് അറിയോ? ഞങ്ങളെ പറ്റി ഇനൊന്നും പറയരുതെന്നാണ്. ഞങ്ങളെ പറ്റി പറയരുത്. സർക്കാരിനെ ജനങ്ങള് ബാക്കി ഇതുവരെ ചെയ്തൊക്കെ മറന്നേക്ക്, ഞങ്ങൾ ജയിച്ചു എന്നാണ്. നിങ്ങളെ 4 സീറ്റിൽ ജയിച്ചാല് എന്താണ് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഞങ്ങൾ മറക്കേണ്ടത്? ഒന്ന് പറഞ്ഞതാ. ഞങ്ങൾ മറക്കാം. നിങ്ങൾ 5 കൊല്ലം നടത്തിയ ജനദ്രോഹ പദ്ധതികൾ മറക്കാം അല്ലേ? ഒരു ജനോപകാരപ്രദമായ ഒരു പദ്ധതി നിങ്ങൾ പറ. ഉമ്മൻചാണ്ടി ഈ രാജ്യത്ത് തന്റെ സർക്കാരിനെ അവസാനിപ്പിച്ചിറങ്ങി പോകുമ്പോ എണ്ണി പറഞ്ഞ വമ്പൻ പ്രോജക്റ്റുകളുണ്ട്. വമ്പൻ പ്രോജക്റ്റുകൾ തൊട്ടടുപ്പുറത്തുള്ള കണ്ണൂർ വിമാനത്താവളം മുതൽ എണ്ണാം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു പദ്ധതി സഖാവ് പിണറായി വിജയൻ പറയും. ഒരു പദ്ധതി പറഞ്ഞ വമ്പൻ പ്രോജക്റ്റുകളുണ്ട്. വമ്പൻ പ്രോജക്റ്റുകൾ തൊട്ടടുപ്പുറത്തുള്ള കണ്ണൂർ വിമാനത്താവളം മുതൽ എണ്ണാം. ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു പദ്ധതി സഖാവ് പിണറായി വിജയൻ പറയും. ഒരു പദ്ധതി പൂർത്തീകരിക്കാനല്ല, തുടങ്ങി വെച്ച ഒരു പദ്ധതി. കേരളയിൽ കേന്ദ്രാണ് ഈ റെയിൽ എന്ന് പറയുന്നത്. നിങ്ങളെ KSRTC ബസിന്റെ പരിപാടി അല്ലത്. കേന്ദ്രത്തിന്റെ അനുമതി ഉണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ ഉടനെ തന്നെ കൺസൾട്ടൻസി തുടങ്ങും, അവർക്ക് പൈസയും കൊടുക്കും. അല്ലാതെ നിങ്ങൾ കേന്ദ്ര അനുമതി വാങ്ങിയോ? ഇല്ല. ഫോണ് കേന്ദ്ര അനുമതി വാങ്ങിയോ? ഇല്ല. വയനാട്ടിലേക്ക് ഒരു തുരങ്കം, വെറുതെ പറയാണ്, ഒരു ഫോട്ടോ ഒക്കെ വെച്ച് തുരങ്കത്തിന്റെ ഫോട്ടോ ഒക്കെ വരച്ചു വെച്ചിട്ട് ഇവിടെ ഈ പഞ്ചായത്ത് ഭരിക്കരുത്, എവിടെ ഇരിക്കുന്നത് പരിണിതപ്രജ്ഞരായ പഞ്ചായത്ത് ഭരിച്ച ആൾക്കാരാണ്. ഒരു ഇടവഴി ഉണ്ടല്ല, ആ ഇടവഴിയിൽ കല്ല് പതിക്കണമെങ്കിൽ മോമാലി പഞ്ചായത്ത് പ്രസിഡന്റും സൂപ്പി സാഹിബ് പഞ്ചായത്ത് പ്രസിഡന്റായിട്ടൊന്നും കാര്യമില്ല. ആ ഇടവഴി കടന്നു പോകുന്ന ഭൂമിന്റെ ആള് റിലിംഗ്വിഷ്മെന്റ് ഫോം ഒപ്പിട്ട് ഇത് പഞ്ചായത്തിന്റെ ആസ്തിയാന്ന് എഴുതി കൊടുക്കണം. അല്ലാതെ പൈസകളെ കയ്യിൽ വെച്ചിട്ട് അങ്ങ് കൊണ്ടിടാനൊന്നും പറ്റൂല. പഞ്ചായത്തിലെ ഇടവഴി നന്നാക്കണമെന്നുള്ള നിയമം അത്. എന്നിട്ടാണ് തുരങ്കപ്പാത ഉണ്ടാക്കാൻ ഇവിടുത്തെ ഫോറസ്റ്റിന്റെ അനുമതി ഇല്ലാതെ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ അടിക്കണ ഏർപ്പാടല്ലാതെ എന്താണ് ഈ 5 കൊല്ലം കൊണ്ട് നിങ്ങൾ ചെയ്തത്? എന്തൊരു പദ്ധതിയാണ്? ഞങ്ങളത് മറക്കണോ? ഈ സർക്കാർ ഒരു ദുരന്ത സർക്കാരാണ്. ആദ്യം തന്നെ വന്നത് ഓക്കിയാണ്. എന്താ ദുരന്തത്തെ ആഘോഷിച്ചവരാ നിങ്ങൾ. ആ ഓക്കിയുടെ അന്ന് നിയമസഭയിൽ 2000 കോടിയുടെ പദ്ധതിയാണ് തോമസ് ഐസക് വിടുവായത്വം പ്രഖ്യാപിച്ചത്. 2000 കോടി. ഞാനിപ്പോ നിങ്ങളെ മുമ്പിലേക്കല്ലേ. അതിൽ എത്ര കോടിയുടെ പദ്ധതി വന്നു? 1000, 500, 250, 100 കോടി വന്നോ? 5 കൊല്ലായില്ലേ? 100 കോടി. ഏതെങ്കിലും ഒരുത്തന്റെ പദ്ധതിയുടെ പ്രശ്നം നിങ്ങൾ പരിഹരിച്ചോ? എന്നാൽ 2000 കോടിയുടെ കൺസൾട്ടൻസി നിങ്ങൾ തുടങ്ങി 1.5 കോടി ഉറുപ്പ്യ ബില്ലെഴുതി വാങ്ങി ഞം അടിച്ചു മാറ്റി. ജനങ്ങൾക്ക് ഉപകാരം കിട്ടിയിട്ടില്ല. 2 പ്രളയം ഓർമ്മണ്ടല്ലോ നാദാപുരത്തുകാർക്ക്. വയനാട്ടിൽ പ്രളയത്തിൽ ആളുകൾ ഇങ്ങനെ പെടക്കുമ്പോ നാദാപുരത്തെ കടകൾ ഇങ്ങനെ തുറന്നു വെച്ച് സാധനങ്ങൾ ഇങ്ങനെ വാരിക്കൂട്ടി വണ്ടിയിൽ നിങ്ങൾ പായാണ്.
നാദാപുരത്തുകാരോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് വയനാട്ടുകാർക്കെന്ന് അന്ന് അവർ പറഞ്ഞു. നിങ്ങളുടെ കയ്യിൽ ഉള്ള ചില്ലി പൈസയേക്കാൾ നിങ്ങളുടെ മനസ്സിന്റെ വിശാലത എന്താണെന്ന് അന്ന് വയനാട്ടുകാർ അറിഞ്ഞ സമയമാണ്. ആ സമയം നിങ്ങൾ എല്ലാം വാരി വലിച്ച് വയനാട്ടിലേക്ക് പോയി. ആ 2 പ്രളയത്തിൽ നിങ്ങൾ എന്തെല്ലാം ചെയ്തു? ഇതും പോരാഞ്ഞ് KMCC-ക്കാര് എന്തെല്ലാം സഹായം ചെയ്തു, എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്ക്. കവളപ്പാറയില് 40 കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തു ലീഗ്. 40 കുടുംബങ്ങൾക്ക് ആ ഭൂമിയിൽ ഒരു കൂര വെച്ച് കെട്ടാൻ 10 ഉറുപ്യ കൊടുത്തിട്ടില്ല ഈ മുഖ്യമന്ത്രി. 2 പ്രളയത്തിലെ രേഖ നഷ്ടപ്പെട്ടവർക്ക്, സർട്ടിഫിക്കറ്റുകൾ പോയവർക്ക്, ഭൂമി നഷ്ടപ്പെട്ടവർക്ക്, വീട് നഷ്ടപ്പെട്ടവർക്ക്, നഷ്ടങ്ങൾ അനുഭവിച്ചവർക്ക് നിങ്ങൾ എന്തു സഹായ ചെയ്തത്? ചെയ്തില്ല. ഇതാ ഇവിടെ ഞാൻ നിൽക്കുന്നത് ഒരു പ്രവാസി സമൂഹത്തിന്റെ മുമ്പിലാണ്. കോവിഡ് വന്നപ്പോ എന്തായിരുന്നു ഗവൺമെന്റിന്റെ സമീപനം? 2 പൗരന്മാരാക്കി. മലയാളികൾ, ഞങ്ങൾ ഇവിടെ ഉള്ള കുറച്ച് ആൾക്കാർ, മറ്റേതോ കോവിഡ് വാഹകരായ പ്രവാസികൾ, വേറെ തന്നെ ഒരു വിഭാഗം. എന്തെല്ലാം അതിക്രമങ്ങൾ കാണിച്ചു നിങ്ങൾ അവരോട്, എന്തെല്ലാം വൃത്തികേടുകൾ കാണിച്ചു. പക്ഷെ അപ്പോഴും അവർ ചെയ്ത അറിയോ? സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് ഒരു 4-5 ദിവസം മുമ്പ് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി അവർ ചെയ്ത സേവനങ്ങളെ എണ്ണിപ്പെറുക്കി കണക്കെടുത്ത് പുറത്തുവിട്ടു. 100 കോടിയുടെ പ്രവർത്തനങ്ങളാണ് ലോകത്തിലെ KMCC എന്ന് പറയുന്ന ഒരൊറ്റ സംഘടന ചെലവഴിച്ചത് എന്ന് മലയാള മനോരമ അടക്കം പത്രങ്ങൾ പറഞ്ഞു. നിങ്ങൾ എന്താ ചെയ്തത്? കോവിഡുമായി ബന്ധപ്പെട്ട സമയത്ത് ഇവിടുത്തെ പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിലെ കണക്കെടുക്കല്ലാതെ എന്താ നിങ്ങൾ ചെയ്തത്? ഒന്നും ചെയ്തില്ല. അതൊക്കെ ഞങ്ങൾ മറക്കണം. നിങ്ങൾക്ക് വോട്ട് തരണം നിയമസഭയിലല്ലേ? അത് വേണം. 8 മാവോയിസ്റ്റുകളെ കൊന്നു നിങ്ങൾ. 8 കമ്മ്യൂണിസ്റ്റുകളെ, 8 മാർക്സിസ്റ്റുകളെ, 8 ചുവന്ന കൊടി പിടിച്ചവരെ. സഖാവ് പിണറായി വിജയൻ, ഞങ്ങൾക്ക് മാവോയിസ്റ്റുകളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, നക്സലൈറ്റുകളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, പിണറായി വിജയനുടെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് കരുതിയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വെടിവെച്ച് കൊല്ലാൻ നിങ്ങൾ എന്താണ് ചൈനയുടെ പ്രധാനമന്ത്രി, കൊറിയന്റെ പ്രധാനമന്ത്രി ഒന്നുമല്ലല്ലോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ? അങ്ങനെ വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ, ബ്രിട്ടീഷുകാർ അങ്ങനെ ഒരു ഏർപ്പാട് സ്വീകരിച്ചിരുന്നെങ്കിൽ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവുമായിരുന്നോ? ബ്രിട്ടീഷുകാർ കേരളം ഭരിക്കുമ്പോ ഒളിത്താവളങ്ങളിൽ നിന്ന് ഒളിത്താവളങ്ങളിലേക്ക് ഓടി ഓടി നടന്ന VS ആ മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചു. ബ്രിട്ടീഷുകാർ പോലും കാണിക്കാത്ത വൃത്തികേടാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ഈ രാജ്യത്തെ ജനങ്ങളോട് കാണിച്ചത്. 8 മാവോയിസ്റ്റുകളെ നിങ്ങൾ കൊന്നു കളഞ്ഞു. ഏറ്റുമുട്ടലാന്ന് പറഞ്ഞു. പിറകിൽ വെടി കൊണ്ടാൽ എങ്ങനെ ഏറ്റുമുട്ടലാകുക? അവർ നിങ്ങൾ കൊന്നു. അത് ഞങ്ങൾ മറക്കണല്ലേ? കാരണം നിങ്ങൾ കുറച്ച് പഞ്ചായത്തുകൾ കൂടുതൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളത് മറക്കണം. കൃപേഷിനെ മറക്കണം, ശരത്ലാലിനെ മറക്കണം, ഞങ്ങള് അസ്ലമിനെ മറക്കണം, ഞങ്ങള് ഷുഐബിനെ മറക്കണം. അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരുപാട് ആളുകളെ ഞങ്ങൾ മറക്കണം. ഞാൻ എന്താ ചെയ്തത്? ഞാനൊരു വിയോജിപ്പ് പറഞ്ഞു. നിങ്ങൾക്കറിയോ, ഈ നിങ്ങളുടെ കൂലി എഴുത്തുകാരായ കുറെ ഫേസ്ബുക്കിൽ എഴുതുന്നവരില്ലേ, വാട്സാപ്പിൽ, KM ഷാജി എന്നല്ല, UDF 10 ഉറുപ്യ കൊടുക്കാത്ത, ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാത്ത നിങ്ങൾക്ക് എന്ത് അവകാശം എന്നാ ചോദിച്ചത്. നിങ്ങൾക്കറിയാം, ഞാനൊരു കേസുമായി ബന്ധപ്പെട്ട്, എന്റെ തെരഞ്ഞെടുപ്പിലെ കേസുമായി ബന്ധപ്പെട്ട് 2.5 വർഷത്തോളമായി എനിക്ക് സാലറി ഇല്ല, എനിക്ക് MLA-മാർക്ക് കൊടുക്കുന്ന പണമില്ല. പക്ഷെ മുസ്ലിം ലീഗ് പാർട്ടി തീരുമാനിച്ചു, മുഖ്യമന്ത്രിയുടെ ഈ കോവിഡ് വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? എല്ലാ MLA-മാരും അവരുടെ 1 മാസത്തെ വിഹിതം പൂർണ്ണമായി സർക്കാരിലേക്ക് അടക്കണം. നിങ്ങളെ വിജയൻ അടച്ചു, മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞുകൊണ്ട്, CPI പറഞ്ഞുകൊണ്ട്, പാറക്കൽ അബ്ദുള്ള സാഹിബ് അടച്ചു. വിജയൻ ഇവിടെ നിന്ന് അടച്ച അതേ പൈസ ഞാൻ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അടച്ചിട്ടുണ്ട്. അത് അടച്ചത് എന്റെ സർക്കാരിന് കിട്ടിയ പൈസ അല്ല, കയ്യിൽ നിന്ന് എടുത്തിട്ട്. അതുകൊണ്ട് ചോദിക്കും, കൊടുത്തോന് ചോദിക്കാൻ അവകാശമുണ്ട്. പിണറായി, നക്കുന്നവന് മാത്രം ചോദിക്കാൻ അവകാശമില്ല നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, കോവിഡ് വന്നപ്പോ ആർക്കാ പൈസ തരേണ്ടത്? അതും പറഞ്ഞ് പൈസ ഏതാ നിങ്ങൾ എല്ലാം വാങ്ങി. കുട്ടികളെ കുടുക്ക പൊട്ടിച്ചു, മറ്റോലെ മാല പൊട്ടിച്ചു, വേറെ കമ്മല് പൊട്ടിച്ചു, ഒക്കെ കഴിഞ്ഞാലും പറയാണ് ഇനി സക്കാത്തിന്റെ പൈസയും കൂടി തരണം. അപ്പൊ സക്കാത്ത് എന്താണെന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പള്ളിയിൽ പോയി ചോദിച്ചാൽ മതി. അതിനെന്റെ പേരിൽ കേസ് എടുത്തു.
വിജിലൻസ് വന്നു, ഇഡി വന്നു. ഞാൻ അങ്ങനെ മേപ്പെട്ട് നോക്കിയാണ് ഇനി എന്താണ് വരാനുള്ളത്, ഏത് വിസയിലാണ് വരാനുള്ളത്. എല്ലാവരും കൂടി വന്നു. നിങ്ങൾ എല്ലാവരും കൂടി വന്നിട്ട് നിങ്ങൾ ഇന്നെ അങ്ങ് ഏമാത്തിക്കളയും. ഇനി വേറെ ആളെ നോക്കണം, നിങ്ങൾ അതിന് വേറെ ആളെ നോക്കണം. അതുകൊണ്ട് എൻ്റെ വായ അങ്ങ് അടച്ചു കെട്ടാം. അതാണ് ഞങ്ങൾ വിചാരിച്ചത്. അത് നടക്കണ കാര്യമൊന്നുമല്ല. പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഏത് ഇരുട്ടറയിൽ ഏത് ജയിലിൽ കൊണ്ടുപോയി അടച്ചാലും ശ്വാസം നിരക്കുന്നത് വരെ അനീതിക്കെതിരെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. കാരണം എന്താണെന്നറിയാം, ഞാൻ പിടിക്കുന്ന കൊടി അർദ്ധചന്ദ്ര താരാങ്കിതമായ ഹരിത പതാകയാണ്. അത് നെഞ്ചൻ കൂട്ടിനകത്തുള്ളിടത്തോളം കാലം എന്റെ നാവടക്കാൻ നിങ്ങൾ ഇനിയും ഒരുപാട് ബാപ്പമാർക്ക് പറക്കേണ്ടി വരും എന്ന് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഞാനത് പറഞ്ഞപ്പോ എന്നെ അങ്ങോട്ട് ശരിയാക്കാൻ വന്നു. ഞാൻ ചോദിക്കട്ടെ ഒരു സഖാവേ, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുണ്ടായത്? ഞാൻ ചോദിച്ചത്, നിങ്ങൾ ഈ ജനങ്ങളുടെ പൈസ എടുത്തിട്ട് കൊലപാതകികൾക്ക് വേണ്ടി കേസ് വാദിക്കാൻ പാടുണ്ടോ? അതിനല്ല എന്റെ മേക്കിട്ട് ചാടിയത്. എന്നിട്ട് എത്ര കോടി അങ്ങനെ ചെലവഴിച്ചത്? അപ്പൊ ഒരു മന്ത്രി പറയാണ് അത് നികുതിയുടെ പണമല്ല. ശരി, പിന്നെ ഞങ്ങളെ വാപ്പാന്റെ തറവാട്ട് സ്വത്തിന്റെ ബീതാണോ? അല്ലല്ലോ, അതും ജനങ്ങളെ തന്നല്ലേ. നികുതിന്റെ പണമാണോ അല്ലെന്നാ വിഷയം. സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോകുന്ന പൈസ ജനങ്ങളുടെ പൈസ അല്ലേ? അത് നികുതി പണമായാൽ മാത്രമേ ഉള്ളൂ. നിങ്ങളെ കുടുംബത്തിന്റെ വിഹിതമാണോ അത്? അല്ലല്ലോ, ജനങ്ങൾ സംഭാവന എന്ന പൈസ അല്ലേ? അതിന് ചോദിക്കാൻ ഞങ്ങൾക്ക് അവകാശമല്ലേ? അതെടുത്തിട്ടാണോ ശരത് ലാലിന്റെയും കൃപേഷിനെയും വെട്ടി നുറുക്കിയവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോകാൻ വക്കീലിന് പണം കൊടുക്കല്? അതാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അതും നിങ്ങൾ ചെയ്തു. പക്ഷേ അതൊന്നും നിങ്ങൾ ചോദിക്കരുത്. കാര്യം എന്താണ്? ഞങ്ങൾക്ക് 3 പഞ്ചായത്ത് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ ജയിച്ചില്ലേ. അതുകൊണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ എന്നോട് ദേഷ്യം എന്താണ്? ഞാൻ ചിലരുടെ പേര് പറഞ്ഞു. ആദ്യമായിട്ട് ചില പേര് ഞാൻ പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നെങ്കിൽ അവർക്കത് തെളിയിക്കാമല്ലോ. പക്ഷെ അവര് അന്വേഷണത്തിന്റെ മുമ്പിലേക്ക് വന്ന എന്നെ കൊണ്ടാണ്. എനിക്കതിനുള്ള സ്വാധീനം ഇല്ലല്ലോ, നിങ്ങൾക്കറിയാലോ. അങ്ങനെ പറഞ്ഞ് രക്തബന്ധുക്കൾ എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു. അങ്ങനല്ലേ കാര്യങ്ങൾ അവസാനെത്തിയത്? അവിടെയല്ലേ കാര്യങ്ങൾ നിൽക്കുന്നത്? ആരുടെ പേരിലാണ്? ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് ഞങ്ങൾ മറക്കണം. കാരണം നിങ്ങൾക്ക് 4 പഞ്ചായത്ത് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഈ രാജ്യത്തിലെ ചെറുപ്പക്കാരന്റെ പ്രതീക്ഷയായ PSCയെ പാർട്ടിയുടെ ചട്ടുകമാക്കി മാറ്റി അതിന്റെ വിശ്വാസ്യത തകർത്ത നിങ്ങൾക്കെതിരെ ചെറുപ്പക്കാരെ നിങ്ങൾ സംസാരിക്കരുത്. കാരണം ഞങ്ങൾക്ക് 4 പഞ്ചായത്തുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഉറക്കമിളച്ച് കണ്ണിൽ എണ്ണയൊടിച്ച് മക്കൾക്ക് ചെറിയ വട്ടത്തിൽ നട്ടപ്പാതിരക്കിരുന്ന് പഠിച്ച് അവൻ പരീക്ഷ എഴുതുമ്പോ യൂണിവേഴ്സിറ്റി കോളേജിൽ പാർട്ടിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന SFIയുടെ ഗുണ്ടകൾക്ക് വേണ്ടി മാർക്ക് ദാനം കൊടുത്തു നിങ്ങള്. പക്ഷേ കുട്ടികളെ, നിങ്ങൾ പ്രതിഷേധിക്കരുത്. കാരണം ഞങ്ങൾ 4 സീറ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ശബരിമല മറക്കണോ? ഞങ്ങള് ശബരിമലയില് ആ പ്രശ്നം മാത്രമല്ലല്ലോ. ഇന്ന് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും 2 ചേരിയാക്കാൻ വലിയ പ്രയത്നം നടത്തുന്ന പിണറായി വിജയൻ ഹിന്ദു സമൂഹത്തെയും മുസ്ലിങ്ങളെയും വേർതിരിക്കാൻ ശബരിമലയെ ഉപയോഗിച്ചില്ലേ? നിങ്ങൾ മതിലുണ്ടാക്കി, നവോത്ഥാന മതിൽ, വനിതാ മതിൽ. ആ മതിലില് നിങ്ങൾ സുഹറയെയും ഖദീജയെയും കൊണ്ടുപോയി നിർത്തിയിട്ട് പർദ്ദയിട്ട ഫോട്ടോ എടുത്ത് നിങ്ങൾ പത്രങ്ങളിൽ മുഴുവൻ കൊടുത്തു. കൈരളിയിൽ, ദേശാഭിമാനിയിൽ. ശബരിമലയുടെ വിഷയത്തിൽ പാത്തുമ്മന്റെ എന്താ കാര്യം? ഖദീജക്ക് എന്താ കാര്യം? സുബൈദക്ക് എന്താ കാര്യം? ഇവിടുത്തെ മുസ്ലിമിന് എന്താ കാര്യം? അത് ഇവിടുത്തെ ലക്ഷോപലക്ഷം വരുന്ന, കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കളുടെ വിശ്വാസമാണ്. അവരങ്ങനെ വിശ്വസിക്കുന്നു. ശബരിമലയിൽ 10നും 50നും വയസ്സിനിടയിലുള്ളവർ വരരുത്. അതിന് സമാനമായ എത്ര വിശ്വാസ ആചാരങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ട്. സ്ത്രീകൾക്ക് ഒരുപാട് അവകാശങ്ങൾ വകവെച്ച് കൊടുത്ത മതമാണ് ഇസ്ലാം. വിപ്ലവകരമായി അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞും പ്രവർത്തിക്കുന്ന മതസംഘടനകൾ രാജ്യത്തുണ്ട്. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നവർ, പള്ളിയിലേക്ക് പോകാൻ സമ്മതിക്കാത്തവർ, അങ്ങനെ തുടങ്ങിയ പലരുമുണ്ട്. പക്ഷെ ഒരു മതസംഘടനയും പറഞ്ഞിട്ടില്ല സ്ത്രീകൾ പള്ളിയിൽ ബാങ്ക് കൊടുക്കുകയും ഇമാമത്ത് നിൽക്കുകയും ചെയ്യുന്ന പുരോഗതിയെ കുറിച്ച്. എന്താ ചെയ്യാത്തത് മുസ്ലിങ്ങള്? അത് നമ്മുടെ വിശ്വാസമാണ്. എന്താ സ്ത്രീകൾ ബാങ്ക് കൊടുത്താൽ കേൾക്കൂലേ? അത് നിങ്ങളുടെ ചോദ്യമാണ്, യുക്തിയാണ്. എന്താ സ്ത്രീകൾ ഇമാം എന്നാൽ നിസ്കാരം ശരിയാവൂലേ? അത് നിങ്ങളുടെ യുക്തിയാണ്. പക്ഷേ അത് അരുത് എന്നത് ഞങ്ങളുടെ വിശ്വാസമാണ്. യുക്തി കൊണ്ട് വിശ്വാസത്തെ അളക്കാനാവില്ല. ശബരിമലയിലെ ഹിന്ദുക്കൾക്കും ഒരു വിശ്വാസമുണ്ട്. ഈ പ്രായത്തിനിടയിലുള്ളവർ അവർ കയറരുത് എന്ന് വെച്ചിട്ട് ക്ഷേത്രത്തിൽ സ്ത്രീകൾ കയറുന്നത് ഹിന്ദുക്കൾ പറയാറില്ല. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ക്ഷേത്രത്തിൽ സ്ത്രീകൾ മാത്രം കയറുന്നതും സ്ത്രീകൾ പോകുന്നതുമായ ക്ഷേത്രമുണ്ട്. നാദാപുരത്ത് എത്ര ക്ഷേത്രമുണ്ട്?
നിങ്ങളൊന്ന് ഈ RSSകാരനും BJPക്കാരനും ഒക്കെ ഒന്ന് സജീവമാകുന്നതിന് മുമ്പ് ആ ക്ഷേത്രത്തിന്റെ പരിസരത്തൊന്ന് പോയി നോക്കി. നിങ്ങൾ പെണ്ണുങ്ങളല്ലാത്ത ആരും ഉണ്ടാവില്ല. ഞാനൊക്കെ രാവിലെ വീട്ടിൻ്റെ പുറത്തിങ്ങനെ എഴുന്നേറ്റ് നോക്കിയാൽ 5 മണി 6 മണിക്കൊക്കെ ആ സമയത്ത് കുളിച്ച് തുളസി തൻ്റെ തലയിൽ കുത്തി പോകുന്ന പെണ്ണുങ്ങളെ കാണാം. ആളുകൾ പോകാറുണ്ടോ? ഏതോ ഒരു ക്ഷേത്രത്തിൽ, ഒരു ശബരിമല ക്ഷേത്രത്തിൽ മാത്രം ഒരു നിബന്ധന വെച്ചപ്പോ അത് പറ്റൂല. അത് പറയാൻ നീ ആരടോ സഖാവേ? നീ ആര്? മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യണം, ഹിന്ദുക്കൾ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയാൻ തനിക്കെന്താണോ അവകാശം? തനിക്കെന്താ അവകാശം? ഹിന്ദുക്കളുടെ അമ്പലത്തെ കുറിച്ച് അഭിപ്രായം പറയാൻ മുസ്ലിമിന് എന്താണ് അവകാശം? മുസ്ലിമിന്റെ പള്ളിയെക്കുറിച്ചും അതിന്റെ നടപ്പ് രീതികളെ കുറിച്ചും പറയാൻ ഇവിടുത്തെ ഹിന്ദു സഹോദരൻ എന്താണ് അവകാശം? എന്നിട്ട് പർദ്ദയിട്ട മാപ്പിള പെണ്ണുങ്ങളെ ശബരിമല വിഷയത്തിൽ കേരളത്തിന്റെ തെരുവിൽ കൊണ്ടുപോയി നിർത്തി ഹിന്ദുമത വിശ്വാസിയുടെ മനസ്സിൽ മുറിവുണ്ടാക്കാൻ ഈ കുശാഗ്ര ബുദ്ധിയുള്ള അപകടകാരിയായ ഈ കുറുക്കൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. ഇന്ന് ശ്രമിക്കുന്നത് പോലെ ഞങ്ങൾ മറക്കണോ ശബരിമല? ഞങ്ങൾ മറക്കണം. നിങ്ങൾക്ക് 4 സീറ്റ് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് മറക്കണം അല്ലേ? അതാണോ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ട് ജനങ്ങൾ വളരെ കരുതലോടെ ഈ രാഷ്ട്രീയ പോരാട്ടത്തെ ശക്തിപ്പെടുത്താനാണ് കഴിയേണ്ടത്. ഞാനിവിടെ ജയിച്ചു വന്നവര്, ഭരണത്തിന്റെ സാരഥ്യം വഹിക്കേണ്ടവർ അവരെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഇവിടെ ഞാൻ അവരോട് പറയുന്നു, ജനാധിപത്യത്തിലെ ഒരു ജയത്തിന്റെ രീതിയുണ്ട്. ഈ പഞ്ചായത്ത് ജയിച്ചവരുടെ മാത്രം പഞ്ചായത്തല്ല, ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പഞ്ചായത്താണ്. അതിൽ തോറ്റവരുണ്ടാവും. അവരുടെ കൂടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനാണ് നിങ്ങൾ മത്സരിച്ചത്. മറന്നുപോകരുത്. നിങ്ങൾ മിനിഞ്ഞാന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ അള്ളാഹുവിന്റെ നാമത്തിൽ ചെയ്തവരുണ്ട്, ദൈവത്തിന്റെ നാമത്തിൽ ചെയ്തവരുണ്ട്, സത്യം ചെയ്തവരുണ്ട്. അത് ലീഗാണല്ലോ മോശമല്ലെന്ന് കരുതിയിട്ട്, അങ്ങനെ ചെയ്യാറുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾക്ക് വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യുന്ന സത്യപ്രതിജ്ഞ, അതുകൊണ്ട് അത് കരാറ് വെച്ചിരിക്കുന്നത് അള്ളാഹുവിലാണ്. എല്ലാവരോടും നീതിയോടെ പെരുമാറും. ഭൂരിപക്ഷം നിങ്ങൾക്കാവാം, നമുക്കാവാം. പക്ഷേ തോറ്റവരുടെയും കൂടെ ജനപ്രതിനിധികളാണ് നിങ്ങളെന്ന ബോധ്യമുണ്ടാവണം. ഒരേ സമയം ഞാൻ പറഞ്ഞു, ഭരണപക്ഷവും പ്രതിപക്ഷവുമായി ഉണ്ടാവണം. ജനാധിപത്യത്തിലെ ഏറ്റവും കരുത്തുറ്റ ആയുധം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? അത് ഡിസെൻഡിങ് നോട്ടാണ്. ഞാനും കുറച്ചു കാലം പഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിട്ട് നിന്നിട്ടുണ്ട്, എനിക്കറിയാം. അതുകൊണ്ടാ പറയണത്, വിയോജിക്കാനുള്ള അവകാശം കൂടി ജനാധിപത്യമാണ്. അത് വകവെച്ച് കൊടുക്കണം. കാരണം ഭരിക്കുന്നത് UDF ആണ്, CPM അല്ല. അത് വകവെച്ച് കൊടുക്കണം. നിങ്ങൾ ഓരോ ദിവസവും അജണ്ട ആയിട്ട് വരുമ്പോൾ, സൂപ്പിക്കൊക്കെ അറിയാം, അജണ്ട ആയിട്ട് വരുമ്പോ അതിന് കുരുട്ടും കുത്തിത്തിരിപ്പുമായിട്ട് കുറച്ച് ആൾക്കാർ അപ്പുറത്തുണ്ടാവും. അതുകൊണ്ട് പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റൊക്കെ തീരുമാനം എടുക്കുന്ന ഒരു കാര്യമുണ്ട്, അയാൾക്ക് എന്തോ കോവിഡാണ്, ഇന്ന് വരില്ല എന്നറിയും. എന്തില്ലെന്ന് പിന്നെ വേഗം പാസ്സാക്കാമല്ലോ. അങ്ങനെ വിചാരിക്കരുത്. ആരെങ്കിലും മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മിനിറ്റ്സിൽ എഴുതി വെക്കരുത്. ഡിസെൻഡിങ് നോട്ട് ഒരു ജനാധിപത്യത്തിന്റെ കരുത്താണ്. ഭരണകൂടമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന വിഡ്ഢിത്തത്തിനോ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന വിഡ്ഢിത്തമോ ആവാം, ചരിത്രത്തിൽ അത് ഉണ്ടാവണം. തികഞ്ഞ ജനാധിപത്യ ബോധത്തോടെ ആയിരിക്കണം നിങ്ങൾ ഭരിക്കേണ്ടത്. പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് സാധാരണ CPM പറയാറ്. അങ്ങനെ ഒരു പാർട്ടി UDF-ലില്ല, ലീഗിൽ പ്രത്യേകിച്ചിട്ടില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ ലീഗ് ഓഫീസ് അല്ല, ജനങ്ങളാണ് ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത്. ജനങ്ങളെ പരിഗണിക്കാത്ത ഒരു തീരുമാനവും, ജനങ്ങളുടെ മുമ്പിൽ വരാത്ത ഒരു തീരുമാനവും പാർട്ടി എന്ന് പറഞ്ഞ പേരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അങ്ങനെ ഒരു രീതിയിൽ പാർട്ടിക്കില്ല, ലീഗിനുമില്ല. അടിച്ചേൽപ്പിക്കാനുള്ളതല്ല പാർട്ടി, ചർച്ച ചെയ്യാനുള്ളതാണ് പാർട്ടി. മുഷാവറയുണ്ടാവണം, ചോദിക്കണം, പരസ്പര ധാരണയുണ്ടാവണം. ഏകപക്ഷീയമായിട്ടല്ല ഒരു തീരുമാനവും എടുക്കേണ്ടത്. അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങൾ നിലനിൽക്കുക അസാധ്യമാണ്, അതാരെടുത്താലും. അതുകൊണ്ട് ജനങ്ങളുമായി സംവദിക്കുകയും മുഷാവറ നടത്തുകയും ചെയ്തു വേണം തീരുമാനങ്ങൾ എടുക്കാൻ. 1937 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 3ാമതും കോൺഗ്രസിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റു.
ആ സമയത്ത് ചാണക്യൻ എന്ന ഒരു പേരില് ഒരു ലേഖനം അന്ന് ബംഗാളിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു വാരികയിൽ വന്നു. അതിനിശ്ചിതമായി നെഹ്റുവിനെ വിമർശിക്കുന്നു ചാണക്യൻ പറയുന്നത്, നെഹ്റു പോകുന്നിടത്തൊക്കെ ആളുകൾ ആവേശപൂർവ്വം അയാളെ സ്വീകരിക്കുകയാണ്. വരുമ്പോൾ മുദ്രാവാക്യം, ബഹളം, കൈപിടിക്കുന്നു, മുത്തുന്നു, സ്വീകരിക്കുന്നു, ആളുകൾ കൊണ്ടു നടക്കുന്നു, മഹാബഹളം. നെഹ്റു ഒരു ഏകാധിപതിയാവാൻ സാധ്യതയുണ്ട്. നെഹ്റുവിൽ ഞാനൊരു സീസറിനെ കാണുന്നു. അതുകൊണ്ട് നെഹ്റുവിനെ വിമർശിക്കുക, നെഹ്റുവിനെ എതിർക്കുക. അങ്ങനെ എതിർത്തുകൊണ്ട് തന്നെ ഈ ജനാധിപത്യത്തെ സക്രിയമാക്കുക. നെഹ്റുവിനെ നിങ്ങൾ നിരന്തരമായി വിമർശിച്ചില്ലെങ്കിൽ അയാൾ ഒരു സീസറാവും. പിന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ നിയമവിരുദ്ധമാകും, ജനവിരുദ്ധമാകും. 1939 അന്ന് പാട്രിയറ്റ് പോയറ്റ്സ് ആൻഡ് പ്രിസണേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തില് അന്ന് രാമനാഥ് ചാറ്റർജി എന്ന് പറഞ്ഞാൽ ഈ പത്രത്തിന്റെ എഡിറ്റർ, അദ്ദേഹം പറഞ്ഞു, ഈ ചാണക്യൻ എന്ന പേരിൽ ഈ ലേഖനം എഴുതിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരൻ കേൾക്കാനാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും കേൾക്കാൻ. അന്നത്തെ ഏറ്റവും വലിയ ചർച്ച നെഹ്റുവിനെതിരെയുള്ള അതിശക്തമായ വിമർശനം ചാണക്യൻ എഴുതിയ ലേഖനമായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് രാമനാഥ് ചാറ്റർജി പറയുന്നത് ആ ലേഖനം എഴുതിയത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു എന്നാണ്. അതാണ് ജനാധിപത്യം, അതാണ് മര്യാദ എന്ന് പറയുന്നത്, അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. വിമർശിക്കാൻ അവകാശമുണ്ടാവുകയും വിമർശിക്കുന്നവനെ എന്റർടൈൻ ചെയ്യുക എന്നത് അതിശക്തമായ ഒരു ഇടപാടാണ്. പ്രവർത്തകന്മാരില്ലാത്തതല്ല പാർട്ടിയും ആഫീസും ഒന്നും. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടല്ലോ, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, നമ്മളവരെ സ്വീകരിക്കുകയാണ്. പക്ഷെ അവരല്ല നേതാക്കന്മാർ. നേതാക്കന്മാർ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല, തെരഞ്ഞെടുത്ത നിങ്ങളാണ്, ജനങ്ങളാണ്. പോസ്റ്റർ ഒട്ടിച്ച് നിങ്ങളെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്തവരാണ് നേതാക്കന്മാർ. നിങ്ങൾ മത്സരിക്കണമെന്ന് തീരുമാനിച്ചവരാണ് നേതാക്കന്മാർ. നിങ്ങൾക്ക് വേണ്ടി തല്ലുകൊണ്ടവരാണ് നേതാക്കന്മാർ. നിങ്ങൾക്ക് വേണ്ടി വീടുകൾ കൊള്ളയടിക്കപ്പെട്ടവരാണ് നേതാക്കന്മാർ. ആക്രമിക്കപ്പെട്ടവരാണ് നേതാക്കന്മാർ. മക്കളെ നഷ്ടപ്പെട്ടവരാണ് നേതാക്കന്മാർ. MLA മാരാവുമ്പോഴും MP മാരാവുമ്പോഴും പഞ്ചായത്ത് മെമ്പർമാരാവുമ്പോഴും ആളുകൾ ഇങ്ങനെ സർ എന്നൊക്കെ വിളിക്കുമ്പോഴും, കൊടിവെച്ച കാറിൽ പോകുമ്പോഴും, നമ്പർ പേരെഴുതിയ കാറിൽ പോകുമ്പോഴും ഒക്കെ അറിയാതെ അഹങ്കാരം വരുന്നുവെങ്കിൽ സൂക്ഷിച്ചോളൂ. അപകടമാണത്, അപകടമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രോഗശയ്യയിൽ കിടക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അടുത്തു വന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഖാലിദ് ബിൻ വലീദിനെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഉമർ റളിയല്ലാഹു അൻഹു ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എനിക്ക് വിയോജിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ നടപടിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. അടുത്ത വാചകം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെതാണ്. അതിങ്ങനെയാണ്, നിങ്ങളെ അടുത്ത ഖലീഫയായി പ്രഖ്യാപിക്കാൻ ഞാൻ വിചാരിക്കുന്നു. ആരോട്? ഡിസെൻഡിങ് നോട്ട് പ്രഖ്യാപിച്ച ആളോട്, വിയോജിപ്പ് പറഞ്ഞ ആളോട്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അപ്പൊ എനിക്ക് സ്വർഗത്തിൽ പോകണ്ടേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ കൈ ചേർത്ത് പിടിച്ചു പറയുന്നുണ്ട്, എന്താ അങ്ങേക്കു ഭയം? അധികാരികൾ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സ്വർഗത്തിലൊരു ഇടമുണ്ട്, തണലുള്ള, ശാന്തിയുള്ള, സുപ്രധാനമായ, സന്തോഷമുള്ള, ബഹുമാനിക്കപ്പെടുന്ന ഒരു ഇടമുണ്ട്. ആ ഇടം ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ഇടമാണ്. നിങ്ങൾക്ക് അവിടെ പോണ്ടേ ഉമർ? അവിടെ പോണ്ടേ? ഉമർ റളിയല്ലാഹു അൻഹു
ഞാൻ ഭരണത്തിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്നത് ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ്. ഭരണവും അധികാരം എന്നൊക്കെ പറയുന്നത് മറ്റുള്ളവർക്ക് മേൽ കുതിര കയറാനും അതില്ലാതായി പോയാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന ഭയം മനസ്സിൽ നിറക്കാനുമുള്ളതായി പോകരുത്. കരയിൽ പിടിച്ചിട്ട മീന് പോലെ അധികാരമില്ലെങ്കിൽ പിടച്ചു പോകുന്നവൻ ശ്വാസം കിട്ടാതെ മരിച്ചു പോവുകയുള്ളൂ എന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. അധികാരത്തെ ഒരു ഭ്രാന്തായി എടുക്കരുത്. തോൽക്കാനുള്ള മനസ്സും വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ എപ്പോഴും അധികാരം വിട്ടൊഴിയാൻ ധൈര്യമുള്ളവരെ അധികാരത്തിൽ ശോഭിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല ഏറ്റവും നല്ല ഭരണാധികാരികളായി വരികയുമുള്ളൂ. അതിന് കഴിയണം. നിങ്ങളൊരു MLA ആവണം, നിങ്ങളൊരു പഞ്ചായത്ത് മെമ്പർ ആവണം എന്ന് പറയുമെന്ന് ഭയന്ന് നോമിനേഷന്റെ ഡേറ്റ് വരെ അതിർത്തി കടന്നുപോയ നേതാക്കന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാർട്ടിയാണിത്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാനും അധികാരം ഒരു ഭ്രാന്തല്ലാതെ സ്വീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.